അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മ ബഅദ് ഫയാ ഇഖ്വാനി ഫില്ലാ. ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന മഹാനായ മുഹദ്ദിസാണ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് ഹഫിളഹുല്ലാ. അദ്ദേഹത്തിൻ്റെ മകനാണ് തുല്ലാബുകൾക്കും മറ്റുള്ളവർക്കൊക്കെ ഏറെ സുപരിചിതനായ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ. അദ്ദേഹം പറയണം, അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വിധം പ്രസിദ്ധനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളൊക്കെ ധാരാളം ഇന്ന് വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. തയ്യം അദ്ദേഹം പറയാണ്, فإذا كان النبي صلى الله عليه وسلم نهى عن سب الديك لأنه يوقظ للصلاة فكيف الشأن بسب العلماء الذين يوقظون القلوب وينبهون الغافلين من عباد الله. فإذا كان النبي صلى الله عليه وسلم നഹ അൻ സബ്ബിദ്ദീഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോഴിയെ ചീത്ത വിളിക്കുന്നതിന് വിരോധിച്ചിട്ടുണ്ട്. കോഴിയെ ചീത്ത പറയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം ലിഅന്നഹു യൂഖിളു ലിസ്സലാ, അത് നിസ്കാരത്തിന് വേണ്ടി നമ്മളെ വിളിച്ചുണർത്തുന്ന ഒന്നാണ് എന്നുള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോഴിയെ ചീത്ത പറയരുത്, ആക്ഷേപിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോഴിയെ ചീത്ത പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണമായി കോഴികൾ നിസ്കാരത്തിനു വേണ്ടി വിളിച്ചുണർത്തുന്നു എന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ فكيف الشأن بسب العلماء الذين يوقظون القلوب. അങ്ങനെയാണെങ്കിൽ ഉലമാക്കളെ ചീത്ത വിളിക്കുന്നതിൻ്റെ ഗൗരവം എത്രയായിരിക്കും? ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങളെ തട്ടിയുണർത്തുന്നവരാണ്. വയുനബ്ബിഹൂനൽ ഗാഫിലീന മിൻ ഇബാദില്ലാ, അള്ളാഹുവിൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ അശ്രദ്ധരായിട്ടുള്ള ആളുകളെ ഉണർത്തുന്ന, അവർക്ക് ശ്രദ്ധ കൊടുക്കുന്ന, അവരെ നേർവഴിയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന, അവരെ ഗഫ്ലത്തിലുള്ള ആളുകളെ, അശ്രദ്ധയിലുള്ള ആളുകളെ ഉണർത്തുന്ന, അവർക്ക് വേണ്ട താക്കീതുകൾ കൊടുക്കുന്ന പണ്ഡിതന്മാരെ ചീത്ത പറയുക എന്നുള്ളത് എത്ര ഗൗരവമുള്ള കാര്യമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിസ്കാരത്തിന് വേണ്ടി വിളിച്ചുണർത്തുക എന്ന പണി ചെയ്യുന്നത് കൊണ്ട് കോഴിയെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കോഴിയെ ചീത്ത പറയുന്നത് വിരോധിച്ചിട്ടുണ്ടെങ്കിൽ, ഉലമാക്കൾ അവർ ചെയ്യുന്ന സേവനം എത്രയാണ്? അവർ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. ശരിയായ ഉലമാക്കൾ അവർ ജനങ്ങൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്നവരാണ്, ജനങ്ങളെ ഹക്കിലേക്ക് ക്ഷണിക്കുന്നവരാണ്. അവർ ചെയ്യുന്ന ഖിദ്മ, സേവനം വളരെ വലുതാണ്. അവർക്ക് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. അവരെ ചീത്ത പറയുക എന്നുള്ളത് വളരെ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അവരെ ആക്ഷേപിക്കുക എന്നുള്ളത് കടുത്ത തിന്മയാണ്. നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട. ഉലമാക്കളെ കുറിച്ച് സംസാരിക്കുമ്പോൾ, പണ്ഡിതന്മാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. അവർ ധാരാളം ഫളായിലുകളുള്ള, സ്ഥാനങ്ങളുള്ള മഹാന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ കുറിച്ച് സംസാരിക്കുന്നത് പോലെ കാണേണ്ട കാര്യമല്ല. നമ്മൾ അങ്ങേയറ്റം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഉലമാക്കളെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, വിശ്വാസികളുടെ ബാധ്യതയാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവരെ ആക്ഷേപിക്കുക എന്നുള്ളത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, ജാഗ്രത പാലിക്കണം. ആ വിഷയത്തിൽ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉലമാക്കളുടെ സ്ഥാനവും മഹത്വവും മനസ്സിലാക്കി അവരെ ആദരിച്ച് അവർക്ക് വേണ്ട സ്ഥാനവും പരിഗണനയും കൊടുത്ത് അവരിൽ നിന്ന് പഠിക്കാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും നമ്മൾക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.